വന്നുള്ള മുഴുവൻ സ്റ്റോക്കും ഈ ഒരു ദുരന്തമുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സോ ഗ്രേറ്റ്, നോ വേർഡ്സ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഉപയോഗിക്കാനുള്ളതൊക്കെ ഈ കയ്യിൽ ചെറിയതാണ്, ഇതെല്ലാം നല്ല പ്രീമിയമാണ്. അവർക്കിപ്പം ഈ സാധാരണ ഉള്ളതെല്ലാം എല്ലാവരും കൊണ്ടു കൊടുക്കും. അതിനകത്ത് 1500 വരെ വിലയുള്ള ഫ്രോക്കുകൾ ഇപ്പം നമ്മൾ ഈ ഓണത്തിന് വേണ്ടി എടുക്കാനുള്ള അത്രയും പ്രീമിയം ഷർട്ടുകളൊക്കെ ഓട്ടോയുടെ ഷർട്ടുകളും ക്ലാസിക് പോലുള്ള ഷർട്ടുകളുമാണ്. ഞാൻ കാണിക്കാം. അതെ നമ്മളത് ആഗ്രഹിക്കുന്നത്. ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോൾ അവർക്ക് കൊടുത്തു വിടുക. മേപ്പിട്ടോ അപ്പം നിങ്ങളുടെ കൈകൾ സുരക്ഷിതമായി ഏൽപ്പിക്കുന്നു. അത് ഏറ്റവും അർഹമായ കൈകളിൽ എത്തിക്കുന്ന ഉറച്ച വിശ്വാസത്തോടെ ഞങ്ങളോട് മടങ്ങുക. ഇത്രയും ദൂരത്ത് നിന്ന് നമ്മളെന്താ പറയുക ഹീറോ ഫ്രണ്ട് ഏരിയയിലേക്ക് ഇത്രയും സാധനം എത്തിക്കുന്നത് വളരെ നന്ദിയുണ്ട്, സന്തോഷം. നമുക്ക് ഇവിടെ ഈ ഒരു അവസ്ഥയിൽ ഇത്രയും ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്ന് കേൾക്കുന്ന സമയത്ത് സന്തോഷമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും കൊണ്ടിട്ട് ഒരു സ്ഥലത്ത് പെർട്ടിക്കുലർ സ്ഥലത്തിന് നിങ്ങൾ പ്രത്യേക സ്ഥലത്തിൽ കൊണ്ട് വെച്ചിട്ട് ഓക്കെ നമ്മൾ സ്റ്റോക്ക് എടുത്തിട്ട് താങ്കൾ ദൂരം വയ്ക്കാം. ആയിക്കോട്ടെ, അതാണ് ഏറ്റവും അത് മതി. ഓക്കെ. അങ്ങനെ കൊട്ടാരക്കരയിൽ നിന്ന് തുടങ്ങിയ യാത്ര നമ്മൾ വയനാട് ADML അനിത മേഡത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് തഹസിൽദാർ സാറിന് കൈമാറുകയാണ്. സാറിൻ്റെ പേര് അജീഷ്. അങ്ങനെ സാർ ഞങ്ങൾ യഥാർത്ഥം ഇന്നലെ വൈകിട്ട് അവിടെ തിരിച്ചതാണ്. ഈ ഒരു ന്യൂസ് അറിഞ്ഞപ്പോൾ മുതൽ നമ്മളിത് പാക്ക് ചെയ്തു, ഇന്നലെ മുതൽ പാക്ക് ചെയ്തു. അങ്ങനെ ഇന്നലെ തുടങ്ങിയ യാത്ര ഇന്നിപ്പോൾ ഇവിടെ കൽപ്പറ്റയിൽ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാം പ്രീമിയം പ്രോഡക്റ്റ്സാണ്. അപ്പോൾ നിങ്ങളുടെ കൈകൾ സുരക്ഷിതമായി ഏൽപ്പിക്കുന്നു. അത് ഏറ്റവും അർഹമായ കൈകളിൽ എത്തിക്കുന്ന ഉറച്ച വിശ്വാസത്തോടെ ഞങ്ങളോട് മടങ്ങുക. ഞാനത് കൊണ്ടുവരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞിരുന്നു. കാര്യം സത്യത്തിൽ നമ്മളിതൊരു കൊടുക്കാൻ തീരുമാനിച്ചപ്പോഴും പിന്നീട് ഇതിൻ്റെ അകത്തൊരു വീഡിയോ ഇട്ട ശേഷം ഒരുപാട് ആൾക്കാർ വളരെ കാര്യമായി പറഞ്ഞു. അപ്പോൾ അവരോടെല്ലാം ഞാൻ പറയാനുള്ളത്, എൻ്റെ പേരും എൻ്റെ ഇതുമല്ല, ഞങ്ങൾ വ്യാപാരികൾ ഇങ്ങനെയാണ്. ഇത് കേരളത്തിലുള്ള മുഴുവൻ വ്യാപാരികൾക്കും വേണ്ടി അവരുടെ പ്രതിനിധിയായി ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. എല്ലാ വ്യാപാരികൾക്കും വേണ്ടി ഞാൻ സാറിന് സമർപ്പിക്കുന്നു. നമ്മൾ വയനാട്ടിലെത്തി. ഇവിടുത്തെ ADM അനിത മേഡം നിർദ്ദേശം അനുസരിച്ച് തഹസിൽദാർക്ക് ഇത് കൈമാറി. അവർ നമ്മൾ ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതും പോലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇതവർ വളരെ കൃത്യമായി സൂക്ഷിക്കും. ഇത് അവർ അർഹതപ്പെട്ടവരുടെ കൈകളിൽ നിന്ന് എത്തിക്കാമെന്നുള്ള ഉറപ്പ് അവർ നമുക്ക് തന്നിട്ടുണ്ട്. അവരങ്ങനെ തന്നെ ചെയ്യും. അവരത് പ്രത്യേകം സൂക്ഷിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അവരങ്ങനെ തന്നെ കൊടുക്കും. പക്ഷേ ഞാൻ പറയുന്നത്, ഞാൻ ഇവിടെ വന്ന് ഇതെല്ലാം കാണുമ്പോൾ സത്യത്തിൽ ഒരു മലയാളി ആയതിൽ അഭിമാനം തോന്നുന്നുണ്ട്. പലപ്പോഴും പല പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ പറയുക, നമ്മൾ ചിന്തിക്കാറുണ്ട് കേരളത്തിൽ ചെറിയ സംസ്ഥാനമാണ്, ചെറിയ സ്ഥലമാണ്. പക്ഷെ മലയാളിയുടെ മനസ്സിൻ്റെ വലിപ്പം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും വലിയ വലിപ്പമാണ് മലയാളിയുടെ മനസ്സ്. കാരണം ഞാൻ പറയാം, ഞാൻ ചെയ്തതൊരു ചെറിയ കാര്യമാണ്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, ഇത് എൻ്റെ നന്മയല്ല, ലോകത്തിന് മുന്നിൽ ലോക മലയാളിക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. മലയാളിയുടെ സ്നേഹത്തിൻ്റെയും മലയാളിയുടെ ഒത്തൊരുമയുടെയും ബലമാണ്. ഒരിക്കൽ കൂടി പറയുന്നു, എത്ര പ്രകൃതി ദുരന്തമോ എത്രയൊക്കെ വന്നാലും മലയാളി ഉള്ളിടത്തോളം, മലയാളിയുടെ മനസ്സുള്ളിടത്തോളം നമ്മളതിനെ അതിജീവിക്കും. ഈ സിറ്റുവേഷൻ നമ്മൾ അതിജീവിക്കും, മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നൊരു കാര്യം, എന്താ പറയുക, ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. എനിക്കാണെങ്കിൽ വന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങൾ, ഇതിങ്ങോട്ട് വരുന്ന വഴിക്കും തന്നെ വന്നാണ്. പാലക്കാട് നിന്ന് വിളിച്ചവരുണ്ട്, കോഴിക്കോട് നിന്നുണ്ട്, മലപ്പുറത്തു നിന്നുണ്ട്, അങ്ങനെ തിരുവനന്തപുരത്തു നിന്നുണ്ട്. പലരും വിളിച്ച് സത്യത്തിൽ സ്നേഹം കൊണ്ട് കരഞ്ഞവർ പോലുമുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളൂ, അവരെല്ലാം പറഞ്ഞു, ഞാൻ ചേട്ടൻ എങ്ങനെയെങ്കിലും ഷോപ്പ് തുറക്കും, ഞങ്ങൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യും, ഒരിക്കലെങ്കിലും വരുമെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ സ്നേഹത്തോട് പറയുക, നിങ്ങൾ എന്നോട് പറഞ്ഞ സ്നേഹത്തിന് വലിയ വില ഞാൻ കൊടുക്കുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ തൊട്ടടുത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ പർച്ചേസ് ചെയ്യുക. കേരളത്തിലെ വ്യാപാരി എല്ലാവരും ഒരുപോലെയാണ്. ഞാൻ പറഞ്ഞല്ലോ, കുറേ വർഷങ്ങളായി കേരളത്തിലെ വ്യാപാരികൾ വളരെ പ്രതിസന്ധിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉൾപ്പെടെയുള്ള വ്യാപാരി സമൂഹം കറക്റ്റ് സമയത്ത് വാടക കൊടുക്കാൻ പറ്റാതെ, അതിനുപോലുള്ള വിഷമങ്ങൾ, കറക്റ്റ് സമയത്ത് സാലറി കൊടുക്കാൻ പറ്റുന്നില്ല, അതുപോലുള്ള പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എന്നോട് സ്നേഹത്തോടെ എൻ്റെ കടയിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞവരോട് എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത്, നിങ്ങളുടെ തൊട്ടടുത്ത പ്രദേശത്തെ എന്നെപ്പോലെ, ഞാൻ ചെയ്തതിലൊരു നന്മയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത വ്യാപാരിയെ സഹായിക്കുക, അവിടുന്ന് പർച്ചേസ് ചെയ്യുക, അവരുടെ കൂടെ നിൽക്കുക. കാരണം കേരളം വളരണം, കേരളത്തിനൊപ്പം നിൽക്കണം. ഇവിടെ വരുമ്പോൾ സത്യത്തിൽ ഭയങ്കര അഭിമാനമുണ്ട്, വളരെ അഭിമാന ബോധത്തോടെ നിൽക്കുന്നത്. കാരണം മലയാളി ഇവരോട് നമ്മൾ ചോദിച്ചു, ഇവിടുത്തെ ADMനോടും തൽസാരോടും ചോദിച്ചപ്പോൾ ഇവർ ഒരു ചെറിയ സാധനം ആവശ്യമുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് വളരെ കാര്യമുള്ള സാധനങ്ങൾ അവർ എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മലയാളിയുടെ മനസ്സാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, എന്നെപ്പോലെ തന്നെയാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ ചെയ്തൊരു വീഡിയോ ലോകം മുഴുവൻ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ കണ്ടതുകൊണ്ടായിരിക്കാം എൻ്റെ പേരറി. എന്നെപ്പോലെ തന്നെയാണ് എല്ലാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ ഷോപ്പിൽ ചെന്ന് ബിസ്ക്കറ്റ് ചോദിച്ചാൽ അവർ ബിസ്ക്കറ്റ് ഫുൾ എന്താ പറയുക, ചാക്കോട്ട് എടുത്ത് കൊടുക്കും. അതാണ് മലയാളിയുടെ മനസ്സ്. അതുകൊണ്ട് ഇതെൻ്റെ മനസ്സല്ല, വീണ്ടും ഞാൻ ആവർത്തി പറയുന്നു, ഇത് കേരളത്തിലെ മലയാളിയുടെ മനസ്സാണ്. കേരളത്തിലെ വ്യാപാരികൾ ഇങ്ങനെ ആവാനേ കേരളത്തിലെ വ്യാപാരികൾക്ക് കഴിയുകയുള്ളൂ. അതോടൊപ്പം എന്നോട് സഹകരിക്കുകയും എല്ലാം ചെയ്ത എല്ലാവരോടും വയനാടിൻ്റെ മണ്ണിൽ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.